ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശാലിനി വെല്ലുവിളിച്ചതുപോലെ തന്നെ കാർത്തികയെ കോടതിയിലേക്ക് ഹാജരാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കാർത്തിക മരിച്ചിട്ടില്ല എന്നവർക്ക് ഉറപ്പാവുകയും ചെയ്തു. നേരത്തെ അമീർ അർജുനെ വെല്ലുവിളിച്ചതായിരുന്നു. എന്നാൽ ഇപ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നത് പോലെ അർജുൻ തിരിച്ച് അമീറിനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചു. എന്നാൽ ഇപ്പോൾ കുറ്റക്കാരൻ ചന്ദ്രബോസും മധുശ്രീയുമാണ്. എന്ത് വില കൊടുത്തും ശാലിനി വിഷ്ണുവിനെ രക്ഷിക്കും എന്ന് പറഞ്ഞതായിരുന്നു. ഇപ്പോൾ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. അന്ന് ചന്ദ്രബോസ് വിഷ്ണുവിൻ്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തുന്നത് ഒരു കോൺസ്റ്റബിൾ വീഡിയോ എടുത്തിരുന്നു. ആ കാര്യമാണ് ഇപ്പോൾ ശാലിനി ഓർക്കുന്നത്. വിഷ്ണുവിനെ ഹോസ്പിറ്റലിൽ നിന്നും തിരികെ എത്തിച്ചതിന് ശേഷം ശാലിനി പോകാൻ തുടങ്ങുമ്പോൾ ഒരു കോൺസ്റ്റബിൾ ശാലിനിയെ വിളിക്കുകയും ഒരു കാര്യം പറയാനുണ്ട്, അല്പം മാറി നിന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഈ പറയുന്നത് ഒരു കാരണവശാലും ACP സാറ് അറിയരുത്, അറിഞ്ഞാൽ എന്നെ കൊന്നുകളയും. അത്രയും വലിയൊരു തെളിവാണ് ഞാൻ മേഡത്തിന് തരാൻ പോകുന്നത് എന്നും ആ കോൺസ്റ്റബിൾ പറഞ്ഞതായിരുന്നു. നിങ്ങൾക്കൊരു കുഴപ്പമില്ലാതെ ഞാൻ നോക്കിക്കോളാം, ഇത് ജില്ലാ കളക്ടറിൻ്റെ ഉറപ്പാണെന്ന് ശാലിനി അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഇപ്പോൾ ആ വീഡിയോ കോൺസ്റ്റബിൾ ശാലിനിയെ കാണിക്കുന്നു. ശാരദാമ്മ കൊണ്ടുവന്ന ഭക്ഷണം അവിടേക്ക് വെച്ചിട്ട് ആ കോൺസ്റ്റബിൾ പോകുന്നു. ആ സമയത്ത് അവിടേക്ക് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി ചന്ദ്രബോസ് അവിടെ എത്തി. ഈ ഫുഡ് അവിടേക്ക് കൊണ്ടുവച്ച ആ കോൺസ്റ്റബിൾ തന്നെയായിരുന്നു ഈ കാഴ്ച കണ്ടത്. അതുകൊണ്ട് തന്നെ അത് വീഡിയോ എടുക്കുകയും ചെയ്തു, ചന്ദ്രബോസ് അറിയാതെ തന്നെ. സാറിൻ്റെ പരങ്ങൽ കണ്ടപ്പോൾ സംശയം തോന്നി ഷൂട്ട് ചെയ്തതാണ്, പോലീസുകാരനല്ലേ എന്നൊക്കെ ആ കോൺസ്റ്റബിൾ പറഞ്ഞു. മേഡത്തെ കണ്ടപ്പോൾ നിങ്ങൾ രണ്ടുപേരുമുള്ള ആ സ്നേഹത്തിൻ്റെ ആഴം അറിഞ്ഞപ്പോൾ മൂടിവെച്ച ഈ ഒരു തെളിവ് നശിപ്പിക്കാൻ തോന്നിയില്ല. ഇരിക്കേണ്ട ശാലിനി പറയുന്നു, വളരെ നല്ലൊരു കാര്യമാണ് താങ്കൾ ചെയ്തത്. പോലീസുകാർക്കിടയിൽ ഇങ്ങനെയൊരു ക്രിമിനൽ വേണ്ട, ഞാൻ നടപടി എടുത്തോളാം, നിങ്ങൾക്ക് ഒരാപത്തും വരില്ല എന്നും ശാലിനി പറയുന്നുണ്ട്. ഇതെല്ലാം ഇപ്പോൾ കോടതിയിൽ കാണിച്ചിരിക്കുകയാണ്. കോടതി ഇതെല്ലാം കാണുന്നു. ഇതേസമയം കോടതി പറയുന്നുണ്ട്, ACP ചന്ദ്രബോസിനെയും മധുശ്രീയെയും ചോദ്യം ചെയ്യാൻ വക്കീലിനെ ചുമതലപ്പെടുത്തുന്നു എന്ന്. അങ്ങനെ ഇപ്പോൾ അർജുൻ വീണ്ടും വാദം തുടങ്ങി. ശാലിനി വളരെ ദേഷ്യത്തോടെ ചന്ദ്രബോസിനെ ഒന്ന് നോക്കി. വിഷ്ണു തൻ്റെ ദേഷ്യം അടക്കി പിടിച്ചു നിൽക്കുന്നു. അർജുൻ പറയുന്നു, സാധാരണക്കാരന് എന്നും ആശ്രയം പോലീസും അവിടെയുള്ള നല്ല പോലീസ് സ്റ്റേഷനും അവിടെയുള്ള നല്ല പോലീസുകാരുമാണ്. അത്തരം പോലീസുകാർക്ക് വരെ നാണക്കേടുണ്ടാക്കി എന്ത് കുറ്റവും ചെയ്യാൻ മടിക്കാതെ ജനങ്ങൾക്ക് പേടി സ്വപ്നമാകാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ചന്ദ്രബോസിനെ പോലെയുള്ള ഉദ്യോഗസ്ഥർക്ക് തക്ക ശിക്ഷ കൊടുക്കാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് മാത്രമേ സാധിക്കൂ. ഇത്രയും ക്രൂരത കാണിച്ചിട്ടും ഞങ്ങളെ നിയമം ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന ധാർഷ്ട്യവും അഹന്തയും പേർ നിൽക്കുന്ന ഇയാൾക്ക് തക്കതായ ശിക്ഷ നൽകി വിഷ്ണുവിന് അർഹമായ പരിഗണന നൽകി ഏവർക്കും സ്വീകാര്യമായ ഒരു വിധി പറയണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയെ അപേക്ഷിക്കുന്നു എന്നും അർജുൻ പറഞ്ഞു. ഇതേസമയം ശാരദാമ്മയും ശാന്തയും സംസാരിക്കുകയാണ്. ഇന്നാണ് വിഷ്ണുമോൻ്റെ വിധി, ഞാൻ ഇവിടെയാണെങ്കിലും എൻ്റെ മനസ്സെല്ലാം അവിടെയാണെന്ന് പറയുന്നുണ്ട്. ശാന്ത പറയുന്നുണ്ട്, എന്തായാലും ശാലിനി വിഷ്ണുവിനെ പുറത്ത് കൊണ്ടുവരും എന്നൊക്കെ. കോടതി അമീറിനോട് ചോദിക്കുന്നുണ്ട്, പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. നോ എന്നാണ് ഇപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത്. എന്നാൽ അർജുൻ വന്നിട്ട് പറയുന്നുണ്ട്, ഇയാൾക്ക് പുതിയ കേസിനുള്ള കുറുക്കുവഴികൾ പറഞ്ഞു കൊടുക്കാൻ ഒരു അവസരം കിട്ടിയേക്കും. ഒരു പെൺകുട്ടിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുക, അവളെ ഒളിത്താവളത്തിൽ കൊണ്ടുപോയി കെട്ടിയിടുക, വിഷം ചോറിൽ കലർത്തി കൊല്ലാൻ ശ്രമിക്കുക, അറ്റംപ്റ്റ് ടു മർഡർ, ഗൂഢാലോചന, സംഘം ചേരൽ, തട്ടിക്കൊണ്ടുപോകൽ. പറയുമ്പോൾ ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഇയാൾ ചെയ്തു കൂട്ടിയതും പ്രവർത്തിച്ചതും നിരവധി കുറ്റങ്ങൾ. അക്കമിട്ട് ഓരോന്നും നിരത്തി ഇതൊക്കെ ഇനി പരിശോധിക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് സാധാരണ ജനങ്ങളുടെ ആശ്രയവും ഏക ഒരു ബലവും കോടതികൾ തന്നെയാണ്. നീതി ദേവതയ്ക്ക് എൻ്റെ വാക്കുകൾക്ക് നേരെ കണ്ണടയ്ക്കാനുള്ള ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി എൻ്റെ കക്ഷിക്ക് നീതി കിട്ടണം എന്ന് ഈ കോടതിയോട് താഴ്മയെ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു എന്നും സത്യം ജയിക്കട്ടെ എന്നും അർജുൻ പറയുന്നു. വീണ്ടും അമീറിനോട് വന്ന് വെല്ലുവിളിയോട് സംസാരിക്കുകയാണ് അർജുൻ. ഒരിക്കൽ തന്നോട് പറഞ്ഞ അതേ വാചകം തന്നെയാണ് ഇപ്പോൾ അർജുൻ അമീറിനോട് തിരികെ പറയുന്നത്. എന്നിട്ട് അർജുൻ തൻ്റെ സ്ഥാനത്തേക്ക് ഇരിക്കുന്നു. കോടതി പറയുന്നുണ്ട്, കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ പബ്ലിക് പ്രോസിക്യൂട്ടറും ഡിഫൻസ് കൗൺസിലറും നടത്തിയ തെളിവിലെ വാദപ്രതിവാദങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി മരണപ്പെട്ടു എന്ന് പറയുന്ന കാർത്തിക ജീവനോടെ കോടതിയിൽ എത്തിയതോടെ പ്രതിയാക്കപ്പെട്ട വിഷ്ണു നിരപരാധിയാണെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടതിനാൽ വിഷ്ണുവിനെ കോടതി നിരുപാധികം വിട്ടയക്കുന്നു. സമാധാനത്തോടെ ശാലിനിയും സത്യഭാമയും ഒക്കെ ഇരിക്കുന്നുണ്ട്. എസ്പെഷ്യലി അർജുനും വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുന്നു.
പോലീസ് നീതിയുടെ കാവലാകേണ്ട സ്ഥാനത്ത് അധികാര ദുർവിനിയോഗം ചെയ്യൽ, അറ്റംപ്റ്റ് മർഡർ, ഗൂഢാലോചന, സംഘം ചേരൽ തുടങ്ങിയ കുറ്റങ്ങൾ അസിസ്റ്റന്റ് കമ്മീഷണർ പദവിയിൽ ഇരുന്നു കൊണ്ട് ചന്ദ്രബോസ് ചെയ്തു എന്നുള്ളത് അത്യന്തം ഗൗരവമുള്ള കുറ്റമാണ്. നല്ല നടപ്പ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പരിഗണന നൽകി സർവീസിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്ത് പോലീസിനെ നാണക്കേടും മാനക്കേടും ഉണ്ടാക്കിയ ചന്ദ്രബോസിനെ 14 ദിവസം റിമാൻഡിൽ കഴിയാനും ഈ കോടതി ഉത്തരവിടുന്നു. ഇടയ്ക്കേട്ട് വളരെ ദേഷ്യത്തോടെ ചന്ദ്രബോസ് വിഷ്ണുവിനെയും ശാലിനിയെയും നോക്കുന്നു. പിന്നെ ഈ കേസ് തെളിയിക്കാനായി കളക്ടറായ ശാലിനി വിഷ്ണുവിന്റെ പരിശ്രമം കോടതിക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കോടതിയുടെ പ്രത്യേക അഭിനന്ദനവും അറിയിക്കുന്നു. വിഷ്ണു ചന്ദ്രബോസിനോട് പറയുന്നുണ്ട്, ഇനിയിപ്പോ തലയിൽ തൊപ്പി ഇല്ല അല്ലേ സാറേ? ഞാൻ കാത്തിരിക്കാം, 14 ദിവസമല്ലേ ഉള്ളൂ, കാണാമെന്ന് വിഷ്ണു ചന്ദ്രബോസിനോട് പറഞ്ഞു. ശേഷം കാണിക്കുന്നത് കോടതിയിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം വിഷ്ണുവും ശാലിനിയും കൈപിടിച്ചു ഇങ്ങനെ വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു. ഒടുവിൽ നമ്മൾ ജയിച്ചു എന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, നമ്മളല്ല, താൻ എന്നെ ജയിപ്പിച്ചു. ഇതിനു വേണ്ടി ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടുണ്ട്. അർജുനേട്ടൻ, എൻ്റെ സഹപ്രവർത്തക അനു, എന്ത് വിളിച്ചു പറഞ്ഞാലും കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുമായിരുന്നു അനു. അതിനു വേണ്ടിയിട്ട് അതിൻ്റെ കാരണത്താലാണ് പല തെളിവും നമുക്ക് കിട്ടിയത്. ഈ സമയം കാർത്തിക അവിടേക്ക് വരുന്നു. കാർത്തിക കൈകൂപ്പിക്കൊണ്ട് ശാലിനിയോട് പറയുന്നുണ്ട്, ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും ഈ സമയം നന്ദി പറയുകയാണ്. ഒരു നന്ദി എന്ന വാക്കിൽ പറഞ്ഞു തീർക്കാനുള്ളതല്ല എനിക്ക് ഞാൻ പറയേണ്ടത്. ശാലിനി എൻ്റെ ജീവനാണ് രക്ഷിച്ചിരിക്കുന്നത്, അതിനെ ഞാൻ എന്നും കടപ്പെട്ടിരിക്കുമെന്ന് പറയുന്നു. എനിക്കെൻ്റെ വിഷ്ണുവിനെ രക്ഷിക്കണമായിരുന്നു, അതിന് കാർത്തിക മരിച്ചിട്ടില്ല എന്ന് കോടതിയിൽ തെളിയിക്കണമായിരുന്നു. അതിന് ഞാൻ ചിലതൊക്കെ ചെയ്തു, അത്രയേ ഉള്ളൂ എന്ന് ശാലിനി പറയുന്നു. എന്നാലും ഒരുപാട് ഉപദ്രവം ഞാൻ നിങ്ങൾക്കിടയിൽ നിന്ന് ചെയ്തിട്ടുണ്ട്, അതൊന്നും മനസ്സിൽ വെക്കരുത്, എന്നെ വെറുക്കുകയും ചെയ്യരുത് എന്ന് കാർത്തിക. ഒരു വലിയ കടമ്പ ചാടി വന്ന് നമ്മൾ നിൽക്കുന്നതേ ഉള്ളൂ. ഒരു വലിയ ഭാരം തന്നെ ഇറക്കി വെച്ച ആശ്വാസത്തിലാണ് ഞാനിപ്പോൾ. നമ്മളൊക്കെ മനുഷ്യരല്ലേ, മറക്കാനും പൊറുക്കാനും കഴിവുള്ളവർ. പരസ്പരം എല്ലാം മറക്കാം. ഇനിയുള്ള ജീവിതത്തിലേക്ക് കഴിഞ്ഞു പോയ ഈ കറുത്ത തീ വരാതിരിക്കട്ടെ എനിക്ക് വിഷ്ണു പറയുന്നുണ്ട്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഹർഷിനെയും കല്യാണം കഴിച്ച് നല്ലൊരു കുടുംബിനിയായി ഒരു ദിവസം ഞങ്ങളെ കാണാൻ വരണമെന്ന് ശാലിനി പറയുന്നു. ഞങ്ങൾ എവിടെ ഉണ്ടാകുമെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നും ശാലിനി പറയുന്നു. അതിപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ നിങ്ങൾ വരണമെന്നും ശാലിനി പറയുന്നു. നിങ്ങൾ 2 പേരുമാണ് ശരി, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന 2 പേര്. പരിഭവങ്ങളില്ല, പിണക്കങ്ങളില്ല. സത്യത്തിൽ നിങ്ങൾ തമ്മിലാണ് ചേരേണ്ടതും ഒന്നിച്ച് ജീവിക്കേണ്ടതും. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാതെ വന്നു കയറിയ ഒരു ദുഃഖ സ്വപ്നം അങ്ങനെ മാത്രം കണ്ടാൽ മതി ഈ കാർത്തികയെ. പിന്നെ നിങ്ങൾ 2 പേരും ഇപ്പോൾ എൻ്റെ ഗുരുസ്ഥാനത്താണ് കേട്ടോ. അകന്നു നിന്നുള്ള നിങ്ങളുടെ പ്രണയം കണ്ട് ഞാൻ പലതും പഠിച്ചു. അതുകൊണ്ട് ഹർഷനുമായി എനിക്ക് മനസ്സ് തുറന്ന് ഇഷ്ടപ്പെടാൻ കഴിയുന്നുണ്ട്. ഉടനെ തന്നെ ഞങ്ങളുടെ കല്യാണവും കാണും എന്ന് കാർത്തിക പറയുന്നു. അത് നന്നായി, ഞങ്ങളുടെ 2 പേരുടെയും വിവാഹാശംസകൾ അഡ്വാൻസായി തന്നിരിക്കുന്നു എന്ന് ശാലിനി. ഞാൻ കല്യാണത്തിന് ക്ഷണിക്കും, വന്നേക്കണം എന്ന് കാർത്തികയും. പിന്നെ അല്ലാതെ എന്ന് ശാലിനിയും. ശാലിനി ഇല്ലെങ്കിൽ വിഷ്ണുവേട്ടൻ്റെ ജീവിതത്തിന് പൂർണ്ണതയില്ല, അതുപോലെ തന്നെയാണ് ശാലിനിയുടെ ജീവിതത്തിനും. നിങ്ങൾ ഒന്നിച്ചുള്ള ഒരു ജീവിതം, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്നും കാർത്തിക പറയുന്നുണ്ട്. ഈ സമയം അർജുൻ അവിടേക്ക് വരുന്നു. സന്തോഷത്തിൽ തന്നെയാണ് ആ വരവ്. കുറച്ച് ഫോർമാലിറ്റീസും കൂടി ബാക്കിയുണ്ട്, നമുക്ക് അതൊന്ന് തീർത്താലോ എന്ന് അർജുൻ. അങ്ങനെ വിഷ്ണുവിനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അർജുൻ. ശരി, ഞാൻ എന്നാ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ശാലിനിയോട് ഒന്ന് പറഞ്ഞിട്ട് വിഷ്ണു അകത്തേക്ക് പോകുന്നു. ഈ സമയം സത്യഭാമ പുറത്തേക്ക് വരുന്നുണ്ട്. വന്നത് ശാലിനിയുടെ അരികിലേക്ക്. കാർത്തിക തൊഴുതുകൊണ്ട് സത്യഭാമയോട് പറയുന്നുണ്ട്, സത്യമ്മ, ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും അരികിലേക്ക് തിരിച്ചു പോവുകയാണ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് സത്യഭാമ പറയുമ്പോൾ കാർത്തിക പറയുന്നു, ആ ഇഷ്ടം ഇനി സത്യാമ്മ നൽകേണ്ടത് ശാലിനിക്കാണ്. വിഷ്ണുവേട്ടനെ രക്ഷിക്കാനും എന്നെ മരണത്തിൽ നിന്ന് കൈപിടിച്ച് ഉയർത്താനും ശാലിനിയെ ഉണ്ടായിരുന്നുള്ളൂ. സത്യഭാമ കാർത്തികയോട് പറയുന്നുണ്ട്, മധുശ്രീയും കൂട്ടരും ഒരുപാട് കഷ്ടപ്പെടുത്തി അല്ലേ? അവരുടെ കയ്യിലെ കളിപ്പാവയായിരുന്നല്ലോ കുറേ കാലം ഞാൻ. പിന്നെ ആ കളിപ്പാവയെ ഇല്ലാതാക്കിയില്ലെങ്കിൽ പറ്റിയില്ല എന്ന് അവർക്ക് തോന്നിക്കാണുമെന്നൊക്കെ. നിന്നെ ഇല്ലാതാക്കുന്നതിനേക്കാൾ അവർക്ക് ആവശ്യം വിഷ്ണുവിനെ കേസിൽ കൊടുക്കുകയായിരുന്നു. അതിനുവേണ്ടി കാണിച്ചു കൂട്ടിയതാണല്ലോ ഇതൊക്കെ. എന്തായാലും എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ എന്നൊക്കെ ഭാമ പറയുമ്പോൾ ഭാമയുടെ കാലിൽ വീഴുകയാണ് കാർത്തിക. മോളെ എന്താ ഇത് എന്നൊക്കെ ചോദിക്കുന്നു. കാല് തൊട്ട് വന്നിച്ചാണ് സത്യാമ്മയുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നത്. മനസ്സുകൊണ്ട് എനിക്ക് സത്യാമ്മയെ ഇഷ്ടമായിരുന്നു. സത്യാമ്മയെ പോലെ ആവാൻ ആഗ്രഹിച്ചിരുന്നു. മനസ്സിൽ അതുപോലെ ഞാൻ തയ്യാറെടുത്തിരുന്നു. ഇപ്പോൾ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിച്ച് ഞാൻ യാത്ര പറയുകയാണ്. പക്ഷേ എന്നും ഈ മുഖം എൻ്റെ മനസ്സിലുണ്ടാകും. ഒരു വീട് ഭരിക്കുന്ന തൻ്റെ ഇടത്തോടെ നിവർന്നു നിന്ന് ആരുടെ മുന്നിലും തല കുനിക്കാത്ത സത്യാമ്മ. എനിക്ക് ഈ രൂപം മതി. ഇനിയുള്ള കാലം മുഴുവനും സത്യാമ്മയെ ഓർക്കാനെന്നൊക്കെ കാർത്തിക പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് തൊഴുതു നിൽക്കുകയാണ് കാർത്തിക. ശാലിനിയോടും യാത്ര പറഞ്ഞ് കാർത്തിക അവിടെ നിന്ന് പോകുന്നു.
ഈ സമയം ശാലിനിയും സത്യഭാമയും ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ ശാലിനിയെ വിളിക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ ശാലിനി ശാരദാമ്മയോട് പറയുന്നുണ്ട്, അമ്മയെ വിഷ്ണുവേട്ടനെ വെറുതെ വിട്ടു എന്ന്. ഇത് കേട്ട് ശാരദാമ്മയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു. കാർത്തികയെ ഞാൻ കോടതിയിൽ ഹാജരാക്കി. എല്ലാത്തിനും പിന്നിൽ ആ മധുശ്രീയും ചന്ദ്രബോസുമായിരുന്നു എന്നും ശാലിനി പറയുന്നുണ്ട്. അമ്മ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട്, ഞാൻ വിളിക്കാമെന്ന് ശാലിനി. നീ ഇനിയിപ്പോൾ എന്നെ വിളിച്ചില്ലെങ്കിലും എനിക്ക് ഒരു പരാതിയുമില്ല, നീ വെച്ചോ. ഒടുവിൽ സത്യം ജയിച്ചു എന്ന കേസ് ശാരദാമ്മ. സത്യഭാമയുടെ വീട്ടിലാണെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ കണ്ണു നട്ടിരിക്കുകയാണ് പപ്പിയും രാഘവനും. തുടർന്ന് ഒരു സ്കൂട്ടറിൽ വിഷ്ണു അവിടേക്ക് വരുന്നു. വിഷ്ണുവിനെ കണ്ടപാടെ ഹായ് വിഷ്ണു അച്ഛ എന്ന് പറഞ്ഞ പപ്പി വിഷ്ണുവിൻ്റെ അരികിലേക്ക് ഓടി വന്ന് വിഷ്ണുവിനെ കെട്ടിപ്പിടിക്കുന്നു. വിഷ്ണു പപ്പിയെ എടുത്തിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.